കൂട്ടുകാരെ, ഞാനും അക്കുട്ടനും കൂടി പുത്തിരിപ്പാടം നേർച്ച കാണാൻ വന്നിരിക്കുക. അപ്പോൾ ഈ നേർച്ച പാലക്കാട് ജില്ലയിലെ പുതുക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഏകദേശം 10-20 ടീമുണ്ട്. അതേപോലെ 10-30 ആനകളുണ്ട്. ഓരോ ടീമിന് ഓരോന്ന് വീതം 2 വീതം പല പല തരത്തിലാണ് ആനകൾ. അപ്പോൾ നല്ല വലിയ ആനകളൊക്കെ വന്നിട്ടുണ്ട്. ചിറക്കൽ കാളിദാസൻ, പുതുപ്പള്ളി കേശവൻ, അത് ഊട്ടോളി രാമ, അങ്ങനെ പല ആനകളും ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ വലിയ ആനകൾ. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ പുത്തിരിപ്പാടം പറമ്പിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഓരോ വിഭാഗത്തിന്റെ നേർച്ചകൾ ഇങ്ങനെ തച്ചനടി ടൗണിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ടീമുകൾ തച്ചനടി സെന്ററിൽ വന്നിട്ട് നമ്മളെ പള്ളിയിലോട്ട് പിന്നെ പോകുള്ളൂ. കനാൽപ്പാലം എന്ന് പറഞ്ഞ ടീമിന് 3 ആനകളുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ തച്ചനടി സെന്ററിൽ നിന്നാലാണ് അത്യാവശ്യം എല്ലാ നേർച്ചകളും കാണാൻ പറ്റും. മുതൽ കണ്ടില്ലേ, പുതുപ്പള്ളി കേശവനാണ് കേട്ടോ. അപ്പോൾ ഈ ടീമിന് ഒരാനയുള്ളൂ. സാധനം ഉണ്ട് ഇപ്പൊ എല്ലാവിടെയും ഹൈലൈറ്റ്. എല്ലാ വേലാപൂരം നേർച്ചയിലൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഈ പന്തല് കാണാൻ സൂപ്പറായിട്ടുണ്ട്. മന്നാടിയാർ, ഇവരുടെ പന്തല് കാണാൻ തുണി കൊണ്ടുള്ള പന്തലാണ് വെറൈറ്റി ആയി ഡിസൈൻ ചെയ്ത്. മന്നാടിയാറിന്റെ ഒരു തട്ട് താണന്നെ ഇരിക്കും. അടിപൊളി. അപ്പൊ ഇത് തച്ചനടി വിഭാഗമാണ്. ചിറക്കൽ കാളിദാസനാണ്. തൊട്ടടുത്തുള്ളതാണ് ഊട്ടോളി രാമൻ ട്ടോ. അപ്പൊ അടിപൊളി ആനകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഈ കാണുന്നതാണ് പള്ളി. പുത്തിരിപ്പാടം മക്കാമാണ്. ഈ പള്ളിയിൽ കണ്ട കാഴ്ച അന്യമതക്കാര് ധാരാളം വന്ന് പ്രാർത്ഥിച്ചു പോകുന്നുണ്ട് കേട്ടോ. മതസൗഹാർദ്ദത്തിന് പേര് കേട്ട ഒരു പള്ളിയും കൂടിയാണ് പുത്തിരിപ്പാടം പള്ളി. ഈ തൂക്കിയിട്ടിരിക്കുന്നത് വീടിന്റെ രൂപമുണ്ട്. അതേപോലെ കുട്ടികളെ കിടത്താനുള്ള തൊട്ടി, അങ്ങനെയുള്ളതൊക്കെ തൂക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ പ്രാർത്ഥിച്ച് കെട്ടുന്നതായിരിക്കും കേട്ടോ അതൊക്കെ. നേരത്തെ പറഞ്ഞ പോലെ ധാരാളം അന്യമതസ്ഥരുള്ള ആൾക്കാർ ഇവിടെ വന്നു പോകുന്നുണ്ട് കേട്ടോ. നിറയെ ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും. സത്യം പറഞ്ഞാൽ നേർച്ചപ്പറമ്പ് 7 മണിയായിട്ടും നിറഞ്ഞിട്ടില്ല. കാരണം ഒരു നേർച്ച ഇവിടെ എത്തിയിട്ടില്ല. നേർച്ചയോടനുബന്ധിച്ച് ധാരാളം കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷെ വിചാരിച്ച പോലെ ആൾക്കാരൊന്നും അതിൽ കാണുന്നില്ല. ഒരു നേർച്ചയും പള്ളിയിലോട്ട് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഒന്നിലും അധികം ആൾക്കാരെ കാണാത്തത്. എല്ലാ വേലാപൂര നേർച്ച എല്ലാവരുടെയും അലങ്കാര മത്സ്യങ്ങളുടെ വെളുപ്പിനേക്ക് കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ കോഴിക്കോട് ഹൽവയുടെ നിറയെ സ്റ്റാളുണ്ട്. അപ്പൊ ഇത് കോഴിക്കോട് ഹൽവ തന്നെയാണോ? അപ്പൊ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോഴിക്കോട് ഹൽവ എന്നുള്ള പേരിട്ടതാണോ? അപ്പൊ അങ്ങനെ ഞങ്ങൾ കുറേ നടന്നപ്പോൾ അങ്ങനെ ടയേർഡായി. അപ്പൊ അങ്ങനെ കൂട്ടനൊരു സർവത്ത് മേടിച്ചെടുത്തപ്പോൾ അവൻ ഹാപ്പിയായി.